ഒന്നുകൂടി മരിക്കലേറ്റം മെച്ചമാ ജിബ്രീൽ വരുമെന്നും ഹദീസിൽ സ്പഷ്ടമാ. ഒന്നുകൂടി മരിക്കുന്നവരുടെ റൂഹ് പിടിക്കുന്നതിന് വേണ്ടി അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് വരുമ്പോ അവരുടെ കൂടെ ജിബ്രീൽ വരികയാണ്. അതാ ജിബ്രീൽ എന്ന് പറയുന്ന മലക്കിനെ കണ്ടിട്ടാ മരിക്കുന്നത്. അതുകൊണ്ട് ചെറുപ്പക്കാരാ, സിനിമ കണ്ടുകൊണ്ടുറങ്ങുന്നവരുണ്ടല്ലോ, പാട്ട് കേട്ടുറങ്ങുന്നവരുണ്ടല്ലോ, പടച്ചവനെ റീൽസ് കണ്ടുകൊണ്ടുറങ്ങുന്നവരുണ്ടല്ലോ, വേണ്ടടാ ചെറുപ്പക്കാരാ, അവസാനം നീ ചെയ്ത കാര്യമാണ് നീ നാളെ പരലോകത്ത് വരുമ്പോ നിനക്കുണ്ടാകുന്നത്. അവസാനമായിട്ട് സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് മരിക്കുന്നതെങ്കിൽ, പടച്ചവനെ പാട്ട് കേട്ടുകൊണ്ട് കിടക്കുന്ന സമയത്താണ് മരിക്കുന്നതെങ്കിൽ മോനെ വലിയ നഷ്ടമാ, വലിയ വലിയ ദോഷമാ. അതുകൊണ്ട് ഒതുവെടുത്തിട്ട് വേണം കിടക്കാൻ, ഒതുവെടുത്തിട്ട് വേണം മരിക്കാൻ, ഒതുവോടുകൂടി വേണം മരിക്കാൻ. പെങ്ങളെ, വലിയ അശുദ്ധിക്കാരിയായ കുളിക്കാൻ വല്ലാത്ത മടിയാ. രാവിലെ കുളിക്കാമെന്ന് പറഞ്ഞു മാറ്റിവെക്കുകയാണ്. പടച്ചവനെ തണുപ്പ് കാരണം കുളിച്ചില്ല. പിന്നെ മക്കളെ സ്കൂളിൽ വിടണം, കാപ്പിയുണ്ടാകണം. ആ കുളിയങ്ങ് നീണ്ടു പോവുകയാ. ശാപം കിട്ടും പെങ്ങളെ. അല്ലാഹുവിന്റെ മലക്കുകൾ നിന്നെ ശപിക്കുകയാണ്. വലിയ അശുദ്ധിക്കാരിയായിട്ട് കുളി നീട്ടിക്കൊണ്ടു പോകരുത്. കഴിവിന്റെ പരമാവധി നീ എളുപ്പത്തിൽ കുളിക്ക്. പടച്ചവനെ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പഠിപ്പിക്കുമ്പോ ചെറുപ്പക്കാരോട് പറയുകയാണ്, അല്ലാഹുവിന്റെ മലക്കുകൾ ഇഷ്ടപ്പെടണമെങ്കിൽ ആ മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട രണ്ടാമത്തെ നന്മ എന്തെന്നറിയുവോ? അവനോടുകൂടി നടക്കുന്നവനാ, അവന് ശുദ്ധിയായി നടക്കുന്നവരാ. അല്ലാഹു തയ്യിബാണ്, അല്ലാഹുവിന് ഇഷ്ടം തയ്യിബാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന, നിങ്ങൾ ഒന്നുകൂടി നടക്ക്, ശുദ്ധിയായിട്ട് നടക്ക്. ഒന്നുപെടുക്കുമ്പോ സൂക്ഷ്മത പുലർത്ത്. ഉറങ്ങുമ്പോഴും ഒന്നുപെടുത്തിട്ട് കിടന്നുറങ്ങ്. മുറിയുകയോ മുറിയാതിരിക്കുകയോ ചെയ്യട്ടെ, നീ ഒന്നുകൂടി വേണം കിടന്നുറങ്ങാറ്. ഇങ്ങനെ നീ ജീവിച്ച അല്ലാഹുവിന്റെ മലക്കുകൾ നിന്നെ സ്നേഹിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ ഒന്നുവെടുത്തിട്ട് വേണം കിടന്നുറങ്ങാൻ. ഉറങ്ങുമ്പോ ഒന്നുവെടുത്തിട്ട് കിടന്നുറങ്ങിയാൽ നീ എഴുന്നേക്കുന്നത് വരെ നിന്റെ തലയുടെ മുമ്പിൽ നിന്നുകൊണ്ട് മലക്കുകൾ നിനക്ക് വേണ്ടി ദുആ ചെയ്യും. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ആ കിടപ്പിൽ കിടന്നു മരിച്ച അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് റൂഹ് പിടിക്കുമ്പോ മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം, ആ മലക്ക് സാക്ഷിയാകും നിന്റെ റൂഹിന്. അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ ബിലാൽ തങ്ങൾക്ക് ഉണ്ടായിരുന്ന സ്വഭാവം എപ്പോഴും ഒതുവോടുകൂടി നടക്കും. ഒതുവെടുത്ത 2 റക്അത്ത് നിസ്കരിക്കും. അല്ലാഹു ഈ നന്മ നമ്മുടെ ജീവിതത്തിൽ ചെയ്യാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മളൊക്കെ എത്ര കണ്ട് സ്നേഹിച്ചാലും, നിങ്ങൾ പാനും തേനും കൊടുത്തു വളർത്തിയാലും, ചങ്കാകട്ടെ കരണാകട്ടെ, എത്ര വലിയ ആത്മാർത്ഥ സുഹൃത്താകട്ടെ, ഇവരെല്ലാവരും ഒരു ദിവസം നമ്മളെ കൈയൊടിഞ്ഞു പോകുന്നവരാണ്. നമ്മളെ നടുറോഡിൽ ഇറക്കി വിട്ടിട്ട് പോകുന്നത് പോലെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സഹായം വേണ്ട സമയം കടന്നു വരുമ്പോ, ഏത് ചങ്കാകട്ടെ കരളാകട്ടെ, നമ്മൾ സ്നേഹിക്കുന്നവർ മുഴുവനും നമ്മളെ ഒറ്റയ്ക്ക് കൊണ്ടുപോയി കളഞ്ഞിട്ട് പോകുന്ന ഒരു ദിവസം വരാനുണ്ട്. എപ്പോഴാണ് കളഞ്ഞിട്ട് പോകുന്നതെന്നറിയുമോ? പടച്ചവനെ, 3 കഷ്ടം വെള്ള തുണിയിൽ പൊതിയുന്ന ഒരു ദിവസം നിന്റെ വീട്ടിൽ വരാനുണ്ടല്ലോ. അതാ കുളിപ്പിച്ചിട്ട് നിന്റെ ജനാസ എടുത്തുകൊണ്ട് വന്ന് 3 കഷ്ടം വെള്ള തുണിയുടെ മുകളിൽ മലർത്തി കിടത്തുമ്പോ നിന്റെ വീട് മുഴുവനും നിറഞ്ഞിരിക്കുകയാണ്. നാട്ടുകാരും കുടുംബക്കാരും കൂട്ടുകാരും, പടച്ചവനെ, നിന്റെ ശത്രുവും നിന്റെ മിത്രവും എല്ലാവരും വിളിക്കാതെ നിന്റെ വീട്ടിൽ കടന്നു വന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും നിന്റെ വീട്ടിൽ ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുമ്പോ ആ 3 കഷ്ടം വെള്ള തുണിക്കകത്ത് നീ മലർന്നു കിടക്കുന്ന സമയമുണ്ടല്ലോ, പടച്ചവനെ, അപ്പോഴാണ് ആരോ ചോദിക്കുകയാ, നീ ആത്മാർത്ഥമായി സ്നേഹിച്ച, നീ ജീവന തുല്യം സ്നേഹിച്ച നിന്റെ കുടുംബക്കാരൻ ചോദിക്കുന്നു, പഞ്ഞി എവിടെ? ആ സുഗന്ധം തേച്ച പഞ്ഞി എവിടെ? എന്തിനാണ് പഞ്ഞി ചോദിക്കുന്നതെന്നറിയുമോ? മൂക്കിന്റെ ദ്വാരമാ പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ, കാണേണ്ട
മരിക്കുന്നവർ കണ്ടോ ഇതാ പൊതിയുന്നേ മയ്യത്തുകട്ടിൽ തോളിലേക്കുയരുന്നേ പുരയ്ക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ ആയിരക്കണക്കിന് പേര് നിന്നെ അവസാനമായി ഒന്ന് കാണാൻ നിന്റെ വീടിന്റെ മുറ്റത്ത് നിൽക്കുമ്പോ നീ സ്നേഹിച്ച നിന്റെ കൂട്ടുകാരൻ പറയുകയാ പടച്ചവനെ പഞ്ഞിയെടുക്കാ മൂക്കിന്റെ ദ്വാരത്ത് വെക്കുകയാണ് എന്നിട്ടവര് പറയുകയാണ് കാണണ്ടവരൊക്കെ കണ്ടോ കാണണ്ടവരൊക്കെ കണ്ടോ പടച്ചവനെ പൊതിയാ പോകുകയാണ് സിറാജിന്റെ ജനാസ വീടിനകത്ത് വെച്ചിട്ട് സിറാജ് സ്നേഹിക്കുന്നവര് വിളിച്ചു പറയുകയാണ് കാണണ്ടവരൊക്കെ കണ്ടോ പൊതിയാ പോകുകയാണ് പടച്ചവനെ എന്നെയും നിങ്ങളെയും അവസാനമായിട്ടൊന്ന് കാണുന്നതിന് വേണ്ടി എല്ലാവരും ഒരുമിച്ച് കൂടുമ്പോ ആ മരണ വീട്ടിൽ വല്ലാത്ത തിരക്ക് കൂടുമ്പോ നിന്റെ വാപ്പ പറയുകയാ നിന്റെ മക്കള് പറയുകയാ നിന്റെ കുടുംബക്കാര് പറയുകയാണ് കണ്ടതൊക്കെ മതി പൊതിയാന് കണ്ടതൊക്കെ മതി പൊതിയാന് പടച്ചവനെ ജനാസ പൊതിയുകയാണ് പള്ളിയിൽ നിന്ന് കൊണ്ടുപോകാനുള്ള വാഹനം നിന്റെ വീടിന്റെ മുമ്പിലേക്ക് കടന്നു വന്നോ പടച്ചവനെ അതിനകത്തേക്ക് എടുത്തു മലർത്തി കിടത്തുകയാണ് 6 പേര് ജനാസ ചുമലിലേക്ക് ഏറ്റുമ്പോ ഒരു മരണ വീട്ടിൽ ഏറ്റവും കൂടുതൽ നിലവിളി കേൾക്കുന്ന സമയം അപ്പോഴാണ് ഒരു കണ്ണുനീരിന് വിലയില്ലാത്ത സമയം സമാധാനിപ്പിക്കാൻ ആളെ കിട്ടാത്ത സമയം എല്ലാവരും കരയുകയാണ് എല്ലാവരും നിലവിളിക്കുകയാണ് പടച്ചവനെ മരണ വീട്ടിൽ ആയിരക്കണക്കിന് പേരുണ്ടോ ആണുങ്ങളും പെണ്ണുങ്ങളും പ്രായമുള്ളവരും കുട്ടികളും കുടുംബക്കാരും കൂട്ടുകാരും നാട്ടുകാരും ആയിരക്കണക്കിന് പേര് നിന്നെ ഇഷ്ടപ്പെട്ടുകൊണ്ട് നിന്റെ വീട്ടിലേക്ക് കടന്നു വന്നോ ഇവരെ പലരെയും നീ സ്നേഹിച്ചവരാണ് കൂട്ടുകാരെ പോലെ കണ്ടവരാണ് എന്നാ നിന്റെ കൊട്ടാരം പോലെ പണിതിരിക്കുന്ന വീടിന്റെ ഗേറ്റ് കടന്നു കഴിയുമ്പോ വന്നവർ പലരും അവരവരുടെ വീടുകളിലേക്ക് പോവുകയാണ് നിന്റെ കൂടെ കുറച്ചു പേരെ വരുന്നുള്ളൂ ഒരു ന്യൂനപക്ഷം മാത്രമാണ് നിന്റെ കൂടെ കടന്നു വരുന്നത് ആ ജനാസ ഇവിടത്തെ പള്ളിയിൽ കൊണ്ടുവന്നു പടച്ചവനെ പള്ളിക്കകത്ത് ജനാസ കയറ്റി വെച്ചു നിസ്കരിക്കാ പള്ളി നിറയെ ആളാട് നിസ്കരിക്കാ പള്ളി നിറയെ ആളാട് പടച്ചവനെ മയ്യത്ത് നമസ്കാരം കഴിഞ്ഞു എന്നാൽ ആ പള്ളിയിൽ നിസ്കരിച്ചവര് മുഴുവനും നിന്റെ വീട് കാണാൻ വരികയില്ല ആ പള്ളിപ്പറമ്പിൽ നിനക്ക് കുളിച്ചിട്ടിരിക്കുന്ന നിന്റെ സ്വന്തമായ വീടുണ്ടല്ലോ ആ വീട് കാണാൻ അവിടെ നിന്നും കുറച്ചു പേരാണ് വരുന്നത് പള്ളിയിൽ നിന്ന് അധികം പേരും പിരിഞ്ഞു പോവുകയാണ് അങ്ങനെ നിന്റെ ജനാസ കൊണ്ടുപോയി ഖബറിലേക്ക് ഇറക്കി വെച്ചു പടച്ചവനെ പലകയെടുത്ത് നിരത്തുകയാ പിടിമണ്ണ് വാരിയിടുകയാണ് മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും തറതൻ ഉഖ്റാ എന്ന് പറഞ്ഞുകൊണ്ട് 3 പിടി മണ്ണ് വാരിയിട്ട് കഴിഞ്ഞാൽ പിന്നെ കബർ വെട്ടുന്നവന് മണ്ണ് വെട്ടിയിടുന്നത് കാണുമ്പോ ആ പള്ളിപ്പറമ്പിൽ നിന്ന് കുറച്ചു പേര് പിരിഞ്ഞു പോവുകയാണ് ഇവിടെ അവിടെ ഇനി അവിടെ നിൽക്കുന്നത് നിന്നെ സ്നേഹിക്കുന്നവരാ നിന്നെ ആത്മാർത്ഥമായി സ്നേഹിച്ച കേവലം കയ്യിലെണ്ണാവുന്നവരാ കബറിന്റെ ചാരത്ത് നിൽക്കുകയാ പടച്ചവനെ മണ്ണ് വെട്ടിയിട്ടോ ചെടികൾ നട്ടോ വെള്ളമൊഴിച്ചു ഫാത്തിഹ ഓതി ദുആ ചെയ്തു പടച്ചവനെ അതാ ദുആ കഴിയുമ്പോ എല്ലാവരും നിന്നോട് പറയുന്ന മറുപടി എന്തെന്നറിയുമോ അസ്സലാമു അലൈക്കും യാ ദാറ ഖൗമുൽ മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ എല്ലാവരും പറയുന്നു മഅസ്സലാമ
എല്ലാവരും പറയുന്നു മഅസ്സലാമ. എവിടെ കൊണ്ടുപോയിട്ടാണെന്ന് ചിന്തിക്ക സഹോദരാ. നീ ഒറ്റയ്ക്ക് കിടന്നിട്ടുണ്ടോ? ഒറ്റയ്ക്ക് കിടക്കാൻ നിനക്ക് പേടിയാണ്. ഇരുട്ടുള്ള റൂമിൽ ഒറ്റയ്ക്ക് കിടക്കാൻ പേടിക്കുന്ന നിന്നെ അതാ ഒന്ന് കൈ നേരെ വെക്കാൻ കഴിയാത്ത, എഴുന്നേറ്റാല് തലയിടിക്കുന്ന പള്ളിപ്പറമ്പിൽ 6 അടി മണ്ണെന്ന് പറയുന്ന കബറിനകത്ത് കൊണ്ടുവന്ന് നിന്നെ ഒറ്റയ്ക്കിട്ട് പലക നിരത്തി അതിന്റെ മുകളിൽ മണ്ണും വാരിയിട്ട് ചെടിയും നട്ടിട്ട് നീ സ്നേഹിച്ചവര് മുഴുവനും പറയുന്നു മഅസ്സലാമ. അവിടെ സലാം പറഞ്ഞ് നിന്നെ ഉപേക്ഷിച്ചിട്ട് പോകുകയാ. പടച്ചവനെ, അവിടെയല്ലേടോ നിനക്ക് സഹായം വേണ്ടത്? അവിടെയല്ലേ നിനക്ക് കൂട്ടുകാരന് വേണ്ടത്? ആ കബറിനെക്കാളും പ്രതിസന്ധിയുള്ള സമയമേതാ മനുഷ്യ? അവിടെയല്ലേ നിനക്ക് സഹായം വേണ്ടത്? അതുകൊണ്ട് നീയെ സ്നേഹിക്കുന്നവര് മുഴുവനും പള്ളിപ്പറമ്പിലെ കബറിനകത്ത് കൊണ്ടുവന്ന് കുടിച്ചിട്ടിട്ട് അവിടുന്ന് സലാം പറഞ്ഞു പിരിഞ്ഞു പോകുമെങ്കിൽ ഈ വഅദ് കേൾക്കാമെന്നവരോട് ചോദിക്കട്ടെ, ഉസ്താദേ, എന്റെ വാപ്പ എനിക്ക് ജീവനാണെന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു മകന് പള്ളിപ്പറമ്പിലെ പിതാവിന്റെ കബറിന്റെ ചാരത്ത് ഒരു നേരമെങ്കിലും, ഒരു ദിവസമെങ്കിലും, ഒരു മണിക്കൂറെങ്കിലും വാപ്പയുടെ കബറിന്റെ ചാരത്തിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? എന്റെ ഉമ്മയാണ് എന്റെ വിജയമെന്ന് പറയുന്നവരുണ്ടല്ലോ. മാതാവിനെ വല്ലാതെ സ്നേഹിക്കുന്ന ഏതു മകനാണ് ഉമ്മയുടെ കബറിന്റെ ചാരത്ത് ഒരു മണിക്കൂർ ഇരിക്കാ സമയമുള്ളത്? ഏത് ചങ്കാടാ ചെറുപ്പക്കാരാ ഇവിടത്തെ പള്ളിപ്പറമ്പിൽ തന്റെ കൂട്ടുകാരന്റെ കബറിന്റെ ചാരത്തിരിക്കുന്നത്? എന്റെ ഭർത്താവില്ലാതെ ഉറങ്ങില്ല ഉസ്താദ്, എന്റെ ഭാര്യയില്ലാതെ എനിക്കില്ല ഉസ്താദ് എന്ന് പറയുന്ന എന്റെ നവദമ്പതികളോട് ഏതു ഭർത്താവാ, ഏതു ഭാര്യ പള്ളിപ്പറമ്പിലെ കബറിന്റെ ചാരത്ത് കബറിനകത്ത് കൂടെ വരണ്ട. ആ കബറിന്റെ മുകളിലെങ്കിലും ഒരു 5 മിനിറ്റ് ഇരിക്കാ സമയമുള്ളവരാരാ? ഒരാളും ഇരിക്കില്ലടോ, ഒരാളും ഇരിക്കില്ലടോ. അതുകൊണ്ട് വഅദ് കേൾക്കാമെന്നവരോട് പറയുകയാണ്, നീ എത്ര കണ്ട് സ്നേഹിച്ചാലും അവര് മുഴുവനും പള്ളിപ്പറമ്പിൽ കൊണ്ടുവന്ന കുടിക്കകത്ത് കുടികുത്തിയിട്ട് കബറടക്കിയിട്ട് ആ പള്ളിപ്പറമ്പിൽ നിന്നെ ഒറ്റയ്ക്ക് കിടത്തിയിട്ട് പോകുമ്പോ പടച്ചവനെ, അവിടെയാണ് കൂട്ടുകാര് വേണ്ടത്. ദുനിയാവിൽ നിന്റെ കൂടെ എല്ലാവരുമുണ്ട്, പരലോകത്തും എല്ലാവരുമുണ്ട്, സ്വർഗത്തിലും ആളുണ്ട്, നരകത്തിലും ആളുണ്ട്. പക്ഷേ നിന്റെ ജീവിതത്തിൽ നീ ഒറ്റയ്ക്ക് കിടക്കുന്ന ഒരേ ഒരു സ്ഥലം അത് കബറാ. ആ കബറിലാണ് കൂട്ടുകാരെ വേണ്ടത്. അതുകൊണ്ട് വഅദ് കേൾക്കാമെന്നവരോട് പറയുകയാ, നീ സ്നേഹിക്കുന്നവര് മുഴുവനും കബറിന്റെ ചാരത്ത് വന്ന് ടാറ്റ കാണിച്ചു പോകാനാണെങ്കിൽ അവര് സ്നേഹിച്ചിട്ട് കാര്യമില്ല സഹോദരാ. ആ കബറിൽ വരുന്നവനെ സ്നേഹിക്ക്. ആ കബറിനകത്ത് നിന്റെ കൂടെ വരുന്നവനെയല്ലേ ബുദ്ധിയുള്ളവനെ സ്നേഹിക്കേണ്ടത്. അങ്ങനെ കബറിനകത്ത് വരുന്നതാരാ? ഞാനൊരു കൂട്ടുകാരനെ പറഞ്ഞു തരാ. ദുനിയാവിൽ നിന്റെ കൂടെയുണ്ട്, കബറിനകത്ത് നിന്റെ കൂടെയുണ്ട്, പരലോകത്ത് നിന്റെ കൂടെയുണ്ട്, സിറാത്തില് നിന്റെ കൂടെയുണ്ട്, അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ നിന്റെ 2 കാലും വെക്കുന്നത് വരെ നിന്റെ കൂടെ വരുന്ന ഒരു കൂട്ടുകാരനെ ഞാൻ പറഞ്ഞു തരാ. ആ കൂട്ടുകാരൻ ആരെന്നറിയുമോ? കള്ളു കുടിക്കുന്നവനും വ്യഭിചരിക്കുന്നവനും പലിശ തിന്നുന്നവനും നിസ്കരിക്കാത്തവനുമല്ല. ആ കൂട്ടുകാരാണെന്നറിയുമോ? ജനിച്ച കാലം മുതൽ മരിക്കുന്ന കാലം വരെ പാപം ചെയ്യാത്ത, പാപം പറയാത്ത, പാപം കാണാത്ത, ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫഅലൂന മാ അല്ലാഹുവിന്റെ കൽപ്പനകളെ മാത്രം അനുസരിച്ച് ജീവിക്കുന്ന പടച്ച റബ്ബിന്റെ മലക്കുകളുണ്ടല്ലോ. ആ മലക്കുകളെ കൂട്ടുകാരാക്ക്, ആ മലക്കുകളെ ഫ്രണ്ട്സാക്ക്. ഉസ്താദേ, മലക്കുകളെ കൂട്ടുകാരാക്കാൻ പറ്റുമോ? ആരാടാ ചെറുപ്പക്കാരാ നീ ജീവിതത്തിൽ ആദ്യമായിട്ട് കണ്ടതാരെയെന്നറിയുമോ? എന്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടന്നു 4 മാസം പ്രായമുള്ളപ്പോ എന്റെ വയറ്റിന്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടക്കുമ്പോ ഒരു മലക്ക് കടന്നു വരികയാണ്. ആ മലക്കാണ് എനിക്ക് റൂഹൂദിയത്, ആ മലക്കാണ് എന്റെ റിസ്ക് എഴുതിയത്, ആ മലക്കാണ് എന്റെ മരണം എഴുതിയത്. സിറാജ് തന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് 4 മാസം പ്രായമുള്ളപ്പോ ഞാൻ കണ്ടത് മലക്കുകളെയാണ്. എന്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് ഭൂമുഖത്തേക്ക് കടന്നു വന്നു. ഓർമ്മ വെച്ച കാലം മുതൽ എന്റെ ചുമലിൽ 2 മലക്കുകൾ ഇരിക്കുകയാ. ഞാൻ ഉറങ്ങിയാലും അവരുറങ്ങില്ല. ഒരു നിമിഷം പോലും ആ മലക്കുകൾ എന്നെ വിട്ടു പിരിയാറില്ല. പടച്ചവനെ, 37 കൊല്ലമായിട്ട് ആ 2 മലക്കുകൾ എന്റെ ചുമലിൽ ഇരിക്കുകയാണ്. അവരെന്റെ കൂട്ടുകാർ
കൂട്ടുകാരാണ്, അവരെന്റെ കൂടെ നടക്കുകയാണ്, അവരെന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ്. പഠിച്ചവനെ, ഇനി ഞാൻ മരിച്ചാ ആദ്യമായിട്ട് കരയുന്നതാരെന്നറിയുമോ? എന്റെ ചുമലിലിരിക്കുന്ന മലക്കുകൾ കരയുകയാ, എന്റെ ചുമലിലിരിക്കുന്ന മലക്കുകൾ കരയുകയാ. അല്ലാഹു ചോദിക്കുന്നു, നിങ്ങൾ എന്തിനാ കരയുന്നത്? പടച്ച റബ്ബേ, സിറാജിനെ പിരിയാ മനസ്സു വരുന്നില്ല അല്ലാ. 37 കൊല്ലമായി രാവും പകലും ഒരു നിമിഷം പോലും വിട്ടുപിരിയാതെ ഇവന്റെ കൂടെ നടന്നവരാ പടച്ചവര്, ഈ സിറാജിന്റെ കൂടെ നടന്നവരാ പടച്ചവര്. പിരിയാ മനസ്സു വരുന്നില്ല റബ്ബേ. അല്ലാഹു ചോദിക്കുന്നു, മലക്കുകളെ, നിങ്ങൾക്ക് ഇവനെ ഇത്രയും ഇഷ്ടമാണോ? സിറാജിനോട് നിങ്ങൾക്ക് ഇഷ്ടമാണോ? അങ്ങനെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഖിയാമത്ത് നാൾ വരെ ഈ ഭൂമിയിലിരുന്ന് ഇബാദത്ത് ചെയ്യ്, ഈ ഭൂമിയിലിരുന്ന് ഇബാദത്ത് ചെയ്യ്. അതിന്റെ കൂലി ഖബറിൽ കിടക്കുന്ന നിനക്ക് ലഭിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, ഖിയാമത്ത് നാൾ വരെ ആ മലക്കുകൾ നിനക്ക് വേണ്ടി ഇബാദത്ത് ചെയ്തിട്ട് ഖബറിലേക്ക് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുകയാ. അപ്പൊ നമ്മൾ കൂട്ടുകാരാക്കണ്ട അവരെയാണ്. നാളെ പരലോകത്തും ആ മലക്കുകളെ കടന്നു വരുമല്ലോ. അല്ലാഹുവേ, മലക്കുകൾ ഇഷ്ടപ്പെടുന്ന വിഭാഗത്തിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാ, ഞങ്ങളെ പെടുത്തണേ അല്ലാ. നമ്മൾ എത്ര കണ്ട് സ്നേഹിക്കുന്നവരാണെങ്കിലും ആ സ്നേഹിക്കുന്നവര് ഖബറിന്റെ മുമ്പിൽ വന്ന് സലാം പറഞ്ഞിട്ട് ഒറ്റ പോക്ക. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഏതെങ്കിലും വാപ്പാടെ ഖബറിന്റെ ചാരത്ത് ഏതെങ്കിലും മോനിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആരും ഇരിക്കാറില്ലടോ. എന്തിനാ? മയ്യത്ത് കൊണ്ട് ഖബറടക്കും. ഖബറടക്കിയിട്ട് ഏറ്റവും അവസാനം ആ ഖബറിന്റെ ചാരത്ത് നിന്ന് പോന്ന ആരാ? പറയടോ കാക്കന്മാരെ. പള്ളിപ്പറമ്പിൽ മയ്യത്ത് ഖബറടക്കിയിട്ട് ഏറ്റവും അവസാനം ആ ഖബറിന്റെ ചാരത്ത് നിന്ന് പോകുന്നത് ഖബർ വെട്ടുന്നവനാ, അല്ലാതെ മക്കളല്ല. അവനാ മയ്യത്തിനോടുള്ള സ്നേഹം കൊണ്ടൊന്നല്ല, അവന്റെ പണിയായത് എടുക്കണം. അതുകൊണ്ട് അവൻ നിൽക്കുന്നേ. നബിതങ്ങൾ പറഞ്ഞത് പോകരുത്. വാപ്പയുടെയും ഉമ്മയുടെയും ജനാസ കൊണ്ടുപോയി ഖബറടക്കിയിട്ട് മക്കൾ പെട്ടെന്ന് പോകാൻ പാടില്ല. 40 ആയത്ത് ഓതുന്ന സമയം ഒരു 5 മിനിറ്റ് ആ ഖബറിന്റെ ചാരത്ത് നിൽക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും. ഒരു 5 മിനിറ്റെങ്കിലും ആ ഖബറിന്റെ ചാരത്ത് നിൽക്കണം. എന്തുകൊണ്ട്? ഖബറിൽ കിടക്കുന്ന മനുഷ്യൻ അറിയാം വരുന്നവനെയും പോകുന്നവനെയും എല്ലാത്തിനെയും. അപ്പൊ ഇങ്ങനെ ചിന്തിക്കും, പടച്ചവനെ, എന്റെ ചങ്ക് പോന്നു, ഇത്രയും കാലം ചങ്ക് ചങ്കെന്ന് പറഞ്ഞവൻ അവനാ ആദ്യം ഓടുന്നേ. കൂടപ്പുറപ്പ് പോയി, കുടുംബക്കാരൻ പോയി, കൂട്ടുകാരൻ പോയി, മക്കള് പോകുമ്പോ വാപ്പ ഖബറിൽ കിടന്നുകൊണ്ട് ചിന്തിക്കും, ഇവനും ഇത്ര പെട്ടെന്ന് മറന്നോല്ല, മലക്കോട് പോലും വന്നില്ല, അതിനു മുമ്പ് ഇവൻ ഓടുവാണോ? എടോ, മരിച്ചുപോയ മാതാപിതാക്കളുടെ ഖബറിന്റെ മുകളിൽ മക്കൾ നിന്നാൽ വാപ്പയും ഉമ്മയും ഖബറിൽ കിടന്നുകൊണ്ട് ചിന്തിക്കും, പടച്ചവനെ, കൂട്ടുകാരൻ പോയാലും കുടുംബക്കാരൻ പോയാലും കൂടപ്പുറപ്പ് പോയാലും അയൽവാസി പോയാലും എന്റെ മോൻ പോയില്ലല്ലോ പടച്ചവനെ, അവൻ മുകളിൽ തന്നെ നിൽക്കുന്നുണ്ടല്ലോ. എടോ, ആ മയ്യത്തിൽ ഒരു ധൈര്യം കിട്ടുമെന്ന ഒരല്പനേരമെങ്കിലും ആ ഖബറിന്റെ ചാരത്ത് നിന്നൊരു യാസീനെങ്കിലും ഓതി ദുആ ചെയ്തിട്ട് വേണം പോകാൻ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ആദ്യം പരിചയപ്പെട്ടത് മലക്കിനെയാണ്. അതുകൊണ്ടാണ് ഉസ്താദന്മാരെ കാണുമ്പോൾ കുഞ്ഞുങ്ങളൊക്കെ നോക്കുന്നത്. ഈ ചെറിയ കുട്ടികൾ ഉസ്താദന്മാരെ കാണുമ്പോൾ അത്ഭുത ജീവിയെ പോലെ നോക്കുന്നത്. ആ തൊപ്പിയും തലപ്പൊക്കെ കാണുമ്പോൾ നോക്കി പോകും. കാരണം അവരാദ്യം കണ്ടത് മലക്കുകളെയാണ്. അതുപോലെ നമ്മുടെ ചുമലിൽ 2 മലക്കുകൾ ഇരിക്കുന്നുണ്ട്. ഇവര് ഒരു നിമിഷം പോലും നമ്മളെ വിട്ടു പിരിയാറില്ല. എടാ, കൂടെ ഇരിക്കുന്ന ഈ മലക്കിനെ കൂട്ടുകാരനാക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ ആരാക്കാനാ? നീ മരിച്ചാലും നിന്റെ കൂടെ ഖബറിൽ വരുന്നവരാണ് ആ മലക്കുകൾ. അവരുടെ കൂടെ കൂട്ടുകൂടാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അതുകൊണ്ട് ഈ സദസ്സിൽ നിരന്നിരിക്കുന്നവരോട് പറയുകയാ, നിങ്ങളിൽ ചിലരെ നിന്റെ വീട്, നിന്റെ പേര്, നിന്റെ ശബ്ദം അൽഹംദുലില്ലാഹ് മലക്കുകൾക്കറിയാം. ഈ സദസ്സിൽ ഇരിക്കുന്ന ചില ആൾക്കാരുടെ സംസാരം പോലും ആർക്കറിയാം? നിന്റെ കൂടെ കിടക്കുന്ന ഭാര്യയ്ക്ക് പോലും ചിലപ്പോൾ അറിയണമെന്നില്ല നിന്റെ ശബ്ദം. എന്നാൽ ഈ സദസ്സിലിരിക്കുന്ന ചില ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും പേരറിയാം, വീടറിയാം, ശബ്ദമറിയാം. അള്ളാഹുവിന്റെ മലക്കുകളോട് ചോദിച്ചാൽ പേര് പറയുന്ന ചില VVIP കൾ ഈ കൂട്ടത്തിലുണ്ട്. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ.